ഇപ്പം ഇനി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെയും IDTRലും ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജിലുമായി കമ്പ്യൂട്ടർ ട്രെയിനിങ് മാറ്റിയാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ എന്തൊക്കെ സോഫ്റ്റ്വെയർ ആണോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കും. ഞാൻ സത്യസന്ധതയോടെ പ്രവർത്തിക്കും, ജനങ്ങളോട് ബയസ്ഡ് അല്ലാതെ പ്രവർത്തിക്കുന്നതൊക്കെ സത്യപ്രതിജ്ഞയിൽ പറയുന്നു. അതൊന്നും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പെരുമാറ്റം നന്നാവണം എന്നുള്ളതാണ്. സർക്കാർ ഓഫീസുകളിലേക്ക് കടന്നു വരുന്ന ജനങ്ങൾ നമ്മുടെ യജമാനന്മാരാണ് എന്ന ചിന്തയോടുകൂടി അവരോട് ബഹുമാനമൊന്നും കാണിച്ചില്ലെങ്കിലും സ്നേഹത്തോടെ മാരിയേക്ക് പെരുമാറും. ഇന്ന് രാവിലെ ഒരു പ്രവാസിയായ എൻ്റെ ഒരു പരിചയമുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. അപ്പോൾ റാന്നി RTO ഓഫീസിലേക്ക് ഒരു ലൈസൻസിന് വേണ്ടി അപേക്ഷ കൊടുത്തു. ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ പൂരിപ്പിച്ച് കൊടുക്കാൻ ആരെയും ഒരു കൺസൾട്ടൻറ്റിനെ ഏൽപ്പിച്ചു. ഞാൻ അറിയില്ല, ഈ നാട്ടിലില്ലാത്തവരുടെ കൊടുത്തപ്പോൾ ഈ കൺസൾട്ടൻറ്റ് തെറ്റായിട്ട് പൂരിപ്പിച്ചു. അപ്പോൾ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് വളരെ അജിറ്റേറ്റഡ് ആയിട്ട് സംസാരിക്കുകയാണ് നമ്മളെ ഉദ്യോഗസ്ഥന്മാർ. അത് കഴിഞ്ഞ് അവർ നേരെ ഓഫീസിലേക്ക് പോയി എന്നോട് പറഞ്ഞു. ഓഫീസിൽ പോയി അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ വളരെ സ്നേഹത്തോടെ, അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം, വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ച് വിളിച്ചിരുത്തി അവരുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ തെറ്റുകളുണ്ട്, അത് ഇന്ന രീതിയിൽ തിരുത്തണം എന്ന് പറഞ്ഞ് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആരാണ് ഇതിൽ നല്ല ഉദ്യോഗസ്ഥൻ? അപ്പോൾ അവരെന്നോട് പറയാൻ വളരെ സന്തോഷമുണ്ട്, വളരെ മാന്യതയോടെയും സ്നേഹത്തോടെയും ഈ ഓഫീസറുടെ പേര് എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല, പെരുമാറി. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ലേഡിയാണ്, അവർ ചോദിച്ചു, സാർ ഞാൻ പുറത്തിറങ്ങിയിരിക്കാം. അതില്ല, ഇരുന്നോളൂ, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഇത് ശരിയാക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറയുന്ന മര്യാദ ആ ഉദ്യോഗസ്ഥനോട് അന്യനാട്ടിൽ ജീവിക്കുന്ന ഒരു പ്രവാസിക്ക് എത്രത്തോളം ബഹുമാനവും സന്തോഷവും ഉണ്ടായി കാണും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അവർക്ക് എത്ര അഭിമാനം തോന്നിക്കാണും എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ വളരെ പ്രധാനമാണ്. നിങ്ങൾ ഒരുപാട് ട്രെയിനിങ് എല്ലാം എടുത്തു. എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ സന്ദേശമുള്ളൂ, ഓഫീസിൽ വരുന്ന ജനങ്ങളോട്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെക്കാളും ഇത് മനസ്സിലാക്കിയ ആളാണ്. 2001 മന്ത്രിയായിരുന്നു. പ്രൈവറ്റ് ബസ്സുകാർ, കൺസൾട്ടന്റുമാർ, ഇവർ വന്ന് വളരെ മോശമായി നിങ്ങളെ പ്രകോപിപ്പിക്കാനും നിങ്ങൾക്കെതിരെ കള്ളപ്പരാതി അയക്കുമെന്ന് പറയാനും നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കും, വിജിലൻസിനെ അറിയുമെന്ന് പറയാനൊക്കെ വരും. അതൊന്നും നിങ്ങൾ സത്യസന്ധരായ ജോലിയാണ്, നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ പല ഓഫീസുകളും വിവരാവകാശ നിയമത്തെ വരെ മിസ്യൂസ് ചെയ്യാൻ പലരും കഴിയും. പരസ്യമായി പറഞ്ഞു ഇന്ന ആളുകളെ ഓഫീസിൽ കൈപിടിക്കുന്ന ഓഫീസർമാർ കയറ്റരുത്. കാരണം ഈ ഓഫീസർമാരെ ജോലി ചെയ്യാൻ വയ്യ. രാവിലെ ഒരു വിവരാവകാശം കൊടുക്കുക, അല്ലെങ്കിൽ മന്ത്രിക്ക് ഒരു പരാതി അയക്കുക, അയച്ചിട്ട് മന്ത്രിയുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, അവരെ ഭയപ്പെടുത്തുക, പ്രൈവറ്റ് ബസ്സുകാരെ ഭയപ്പെടുത്തുക. ഇങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങിയിരിക്കുക. അവരൊന്നും വന്ന് നിങ്ങളെ ഭയപ്പെടുത്തിയാൽ നിങ്ങൾ ഭയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. നിങ്ങൾ സത്യസന്ധമായി ജോലി ചെയ്യുക, നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. പിന്നെ കള്ളക്കേസിന് ആളുകളെ കൊടുക്കുന്ന ഒരു പരിപാടി ഈ സ്ഥിരം ഉണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ഈ മൊട്ട പെറ്റീഷൻ നമ്മൾ പറയും, നാട്ടിൽ പേര് വയ്ക്കാതെ അയക്കുന്ന പല പരാതികളുണ്ട്, അത് സ്വീകരിക്കില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ പരാതി കൊടുക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം മറ്റുള്ളവരെ പേടിപ്പിച്ച് പണം പറ്റാനാണ്. ഇതൊക്കെ ക്രമക്കേടാണ്. അവർ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്തി നിങ്ങളെ കൊണ്ട് മന്ത്രിയോട് പറയും, മന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചേച്ച് ഇവർ പോയി മറുവശത്ത് ഈ ബസ്സുകാരൻ്റെ നിന്നും മറ്റവരുടെ നിന്നും പൈസ വാങ്ങിക്കാം. നിങ്ങൾ ഭയത്തിന് കീഴടങ്ങരുത്. ഇത്തരം ഭയപ്പെടുത്തലുകൾ ഒന്നും സംഭവിക്കാനില്ല. അതൊക്കെ താൽക്കാലികമായ ചില ഭയപ്പെടുത്തലുകൾ. അത് ഞാനിവിടെ വന്നപ്പം പ്രത്യേകിച്ചും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കോൺഫറൻസിൽ നിർദ്ദേശം കൊടുത്തു, ഇത്തരം ശല്യക്കാരായ ആളുകളെ ഓഫീസിൽ കയറ്റേണ്ടതില്ല, അവർ പറയുന്നത് അനുസരിക്കേണ്ടതില്ല. നിങ്ങൾ സത്യസന്ധമായി ജോലി ചെയ്യുക. നിങ്ങൾക്കെതിരെ അവർ കള്ളപ്പരാതി അയച്ചാൽ അത് വന്നു ചേരുന്നത് എൻ്റെ അടുത്താണ്, അതിൽ നീതിപൂർവ്വമായി പെരുമാറും. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സത്യസന്ധതകൾ പുലർത്തുക, ഭയം കൂടാതെ ജോലി ചെയ്യുക, ജനങ്ങളോട് മാന്യതയോട് പെരുമാറുക. ഇതുപോലെ പേടിപ്പിക്കാൻ വരുന്നവന്മാരല്ല. പേടിപ്പിക്കാൻ വന്നാൽ അപ്പം തന്നെ ഗെറ്റൗട്ട് അടിക്കുക. ഇനി മേലെ അങ്ങോട്ട് വരാൻ അവസരം കൊടുക്കരുത്. ഒരിക്കൽ അവസരം കൊടുത്താൽ പിന്നെയും വരും. ചില ആൻറ്റി സോഷ്യലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഓഫീസുകളിൽ ശല്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺഫറൻസ് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഉറപ്പ് കൊടുത്തു, നിങ്ങൾ ധൈര്യമായിട്ട് ഇറക്കി വിട്ടോ, ഞാൻ ഏറ്റു. ഇപ്പോൾ അവർക്ക് ഭയമില്ലല്ലോ, അവരെ കൊണ്ടുള്ള ശല്യമില്ലല്ലോ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മളിത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ പേര് വയ്ക്കാത്ത കത്തുകളായിരിക്കും. പേര് വയ്ക്കാത്ത കത്തുകൾ സംസ്കാരശൂന്യതയായിരിക്കുള്ളൂ. ആ കത്തുകൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ പറയാം. അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ സർക്കാർ നിങ്ങൾക്ക് സത്യസന്ധമായ ജോലി ചെയ്യുന്നവർക്ക് എതിരല്ല. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതൊരു സാമ്പത്തികമായ ഇടപാടുകൾ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ട് ഒരുപാട് സമ്പന്നർ ഇതിനകത്ത് കയറിയിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വെട്ടിലാക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും എക്സ്ട്രാ കെയർ, പുതിയതായി വരുന്നവരെന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു, എക്സ്ട്രാ കെയർ എടുക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ജനങ്ങൾ ഇപ്പം നടക്കാത്തൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാം നിയമപരമായി നടക്കും. പക്ഷേ വരുന്ന വ്യക്തിക്ക് എൻ്റെ ആഗ്രഹം നടക്കണം, എൻ്റെ ആവശ്യം നടക്കണം എന്നുള്ള ചിന്ത മാത്രമേ. അപ്പോൾ ആ വ്യക്തിയോട് സമാധാനത്തോടെ സ്നേഹത്തോടെ അതിൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വിടുക. അല്ലാതെ ഇത് നടക്കത്തില്ല ഇറങ്ങുള്ളില്ലെന്നല്ല പറയേണ്ട, അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ വളരെ സ്നേഹത്തോടെ, അത് നടക്കത്തില്ലെങ്കിലും നിങ്ങൾ അവരെ കാര്യം പറഞ്ഞു, ഇന്ന നിയമപ്രകാരം ഇത് നടക്കുകയില്ല എന്നവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു ശീലം നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ ആശംസിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവ് വരുന്ന എല്ലാ പോസ്റ്റുകളും ഇപ്പം AMB ലിസ്റ്റിലുള്ള റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ട്. ഒരു സംശയവും വേണ്ട, ഏത് ഒഴിവ് വന്നാലും
ഉടൻ തന്നെ നിയമിക്കും. പക്ഷേ അവർ പറയുന്നതൊക്കെ 1000 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പണ്ടൊരു ട്രാൻസ്പോർട്ട് കമ്മീഷൻ എഴുതി വെച്ചിരുന്നു. അത് നിയമിച്ചാൽ ഇത് ശക്തിപ്പെടും എന്നുള്ളതാണ്. സാങ്കേതികത വളരെയാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം 1000 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പണ്ടൊരു ഉദ്യോഗസ്ഥൻ എഴുതി. അതുകൊണ്ട് ആ നിയമനം ഉടനെ നടത്തണം എന്ന് പറഞ്ഞാൽ സർക്കാരിന്, ഭരിക്കുന്ന സർക്കാരിന് നമ്മുടെ സാമ്പത്തിക സാഹചര്യം വെച്ചുകൊണ്ട് അത്രയും പോസ്റ്റുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യമുള്ള പോസ്റ്റുകൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സർക്കാർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. PSC വഴി നിയമനം നടക്കുന്നുണ്ട്. ഈ റാങ്ക് ലിസ്റ്റുകളിലുള്ളവർ സമാധാനപ്പെടുക. ഇവിടെ വരുന്ന ഒരു വേക്കൻസി 1 മിനിറ്റ് പോലും താമസിക്കാതെ റിപ്പോർട്ട് ചെയ്യുകയും നിയമിക്കുകയും ചെയ്യും. അതിനൊരു ആശങ്കയും ആർക്കും വേണ്ട. കാരണം ഇവിടെ നിയമിച്ച നിങ്ങൾ ആരും എവിടെയും കയറി ഇറങ്ങിയിട്ടല്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിയമനം വരികയായിരുന്നു. ഒഴിവെന്ന് ഇപ്പോൾ ഇനി 13 പേരുടെ ഒഴിവ് വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഈ 25-ാം തീയതി 24-ാം തീയതി അവർ ട്രെയിനിങ്ങിന് പ്രവേശിക്കുക. അത് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇതിന് മുമ്പ് ഇറങ്ങിയ ബാച്ച് നിങ്ങളും അവരും കൂടി ചേർത്തുകൊണ്ട് നമ്മളൊരു പാസിംഗ് ഔട്ട് പരേഡ് നടത്തും. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, ലക്ഷ്മൺജിയോട് സംസാരിച്ചു, നാഗരാജനോടും സംസാരിച്ചിട്ടുണ്ട്. നമ്മളത് ചെയ്യും. ഒരു നല്ല പരേഡോടുകൂടി നിങ്ങൾ ഇവിടെ ആദ്യത്തെ ബാച്ച് ഒരു വലിയ നല്ല മനോഹരമായ ഒരു പരേഡോടെയാണ് പുറത്തിറങ്ങിയത്. ആ ഒരു ഡിസിപ്ലിൻ നിങ്ങളുടെ ജീവിതത്തിൽ സത്യപ്രതിജ്ഞയിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതി ഇരിക്കുന്ന ഓഫീസിൻ്റെ ടേബിളിൻ്റെ അടിയിൽ വയ്ക്കുക, മനസ്സിൽ സൂക്ഷിക്കുക. എഴുതി വെച്ചില്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുക. വളരെ നല്ല ഉദ്യോഗസ്ഥരായി, നല്ല ബിഹേവിയറുള്ള ഉദ്യോഗസ്ഥരായി നിങ്ങൾ പ്രവർത്തിക്കണം. ജനങ്ങളാണ്, അവർ നൽകുന്ന നികുതിയാണ് നമ്മുടെ ശമ്പളം. അവർ നൽകുന്നതാണ്, അവരുടെ പിന്തുണയാണ് നമുക്ക് കിട്ടുന്ന ബലം. നിയമലംഘനങ്ങൾ ആർക്കും അനുവദിച്ചു കൊടുക്കണം എന്ന് പറയില്ല. സത്യസന്ധമായി ജോലി ചെയ്ത് നല്ല നിലയിൽ നിങ്ങൾ വലിയ നല്ല ഓഫീസേഴ്സായി പ്രശസ്തരായി ഉന്നത പദവിയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എത്തിച്ചേരാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. കുടുംബാംഗങ്ങൾ നിങ്ങളെല്ലാം ഇന്ന് ഈ സർവീസിലേക്ക് പ്രവേശിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ അച്ഛനമ്മമാർക്കും ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ ഉണ്ടാകുന്ന സന്തോഷത്തിൽ അവരോടൊപ്പം ഞാനും പങ്കുചേരുന്നു. നല്ല ഓഫീസേഴ്സായി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സാധാരണക്കാരുടെയും പാവപ്പെട്ടവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുമെന്ന പ്രതിജ്ഞ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങളെ ഓരോരുത്തർക്കും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.